ട്രേഡേഴ്സ് മാർക്കറ്റിലൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇതൊരു എനിക്കൊരു തെറ്റ് പറ്റിയതായിരുന്നേ. ഓക്കെ, അത് ഞാൻ അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്തത് 59,100ൻ്റെ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തിരിക്കുന്നത്. ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് ചാർട്ട് ബാങ്ക് നിഫ്റ്റി നമ്മുടെ എൻട്രി പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 371 372 ലെവലിലാണ്. ഇപ്പോൾ ചെറിയൊരു ലോസ് കാണിക്കുന്നുണ്ട്. നമ്മളുടെ എൻട്രി വന്നിട്ട് ഇവിടെയാണ്. ജസ്റ്റ് ഇത് എനിക്ക് അത്രയും വലിയൊരു മൊമെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമുക്കൊരു 50 പോയിൻറ്റ്സ് ആദ്യം ഈ ഒരു ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അത്രയും ഒരു കൺവിക്ഷൻ ഇല്ലാത്തൊരു ട്രേഡാണ്. കാരണം എനിക്ക് ഈ ഇവിടുന്ന് നമ്മളുടെ ഒരു പാറ്റേൺ ഫോം ആയതുകൊണ്ട് മാത്രം ഞാൻ ട്രേഡ് എടുത്താണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കിതൊരു അപ്സൈഡ് മൊമെൻറ്റമാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് തോന്നുകയും മാർക്കറ്റ് സ്ട്രക്ചർ ഒരു ബെയറിഷ് സ്ട്രക്ചർ കാണിച്ചപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്, പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുത്തത്. സോ നമ്മളുടെ ഒരു വ്യൂ, ഓവറോൾ വ്യൂ അപ്സൈഡ് നിൽക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രേഡിൽ നിന്ന് എക്സിറ്റ് അടിക്കുക. പ്രോഫിറ്റ് നമ്മളുടെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ ഒരു ടാർഗറ്റ് ഏരിയ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് മൈലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. നമുക്ക് 372.12 ആവറേജ് ബൈയിങ് പ്രൈസ് കിട്ടിയത്. ജസ്റ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 53 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് ഒരു സ്റ്റോപ്പ് ലോസ് വരും. 344ഉം 345 ട്രിഗർ വന്നിട്ട് 345. ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. ലോസ് എന്ന് പറയാൻ പറ്റില്ല, കോസ്റ്റ് എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളുടെ ട്രേഡ് എടുക്കാനുള്ള റീസൺ, മാർക്കറ്റ് ജസ്റ്റ് താഴത്തോട്ട് വരുമായിരുന്നു, മീൻസ് ഫോളിംഗ് മാർക്കറ്റ് ആയിരുന്നു. ഫോളിംഗ് മാർക്കറ്റിൽ ഇവിടെ തിരിച്ച് വന്ന് ഒരു ഡബിൾ ടോപ്പ് ഫോം ആയതിനു ശേഷം ആ ഒരു ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക് ഔട്ടിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ജസ്റ്റ് ഈ ഒരു ബ്രേക്ക് ഔട്ട്, പക്ഷേ ഞാൻ എൻട്രി എടുത്ത് വന്നപ്പോഴത്തേക്ക് ആദ്യം ആ ഒരു തെറ്റ് വന്ന് കാണിച്ചില്ല. ഈ ഒരു പോർഷനിലാണ് എനിക്ക് എൻട്രി കിട്ടിയത്. കുഴപ്പമില്ല, എക്സാക്ട്ലി ഈ ഒരു ലെവൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏകദേശം ഈ ഒരു റേഞ്ചിൽ നമ്മളുടെ ടാർഗറ്റും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാർഗറ്റാണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ ടാർഗറ്റ് എടുത്തിറങ്ങാം. ഇനി അതല്ല മാർക്കറ്റ് ഇവിടുന്ന് തിരിഞ്ഞ് നമ്മളുടെ SL ആണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ SL കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ചെറിയൊരു പ്രോഫിറ്റ്, ഒരു 600 റുപ്പീസ് 700 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ കൊടുത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ അപ്ഡേറ്റ് ആവും. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വോളിയത്തിൻ്റെ ആവശ്യമില്ല. ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻറ്റ്. ടാർഗറ്റ് വന്നിട്ട് നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ നേരം വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഇവിടുന്ന് ഒരു ഓപ്പോസിറ്റ് സൈഡ് മൂവ് ആണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ആയതുകൊണ്ട് നമ്മളുടെ മാർക്കറ്റ് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തിരിക്കുന്നത്. അറിയില്ല, ഇത് ചിലപ്പോൾ ട്രാപ്പ് ആയിരിക്കാം. ആ ട്രാപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ട്രാപ്പിൽ പെടും. ഇനി അതല്ല സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ മാർക്കറ്റ് കുറച്ച് താഴത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 500-600 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് മെയിലിലേക്ക് പ്ലേസ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് അപ്സൈഡ് മൊമെൻറ്റമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡി ആയിരിക്കണം. നമ്മൾ എവിടെ നിന്നാണോ റിജക്ഷൻ ഫേസ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്ത് അവിടുന്ന് ഇറങ്ങും. ജസ്റ്റ് ഈ ഒരു നമ്മളുടെ ഒരു ഗ്രീൻ ലൈനിനെ ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആ ഒരു ഏരിയ എത്തി മാർക്കറ്റ് അവിടുന്ന് തിരിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ ഒരു ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കുന്നതല്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് നമുക്ക് കോസ്റ്റിലേക്ക് വെച്ചേക്കാവുന്നതാണ്. ഇപ്പോൾ ഏതായാലും നോക്കാം, വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് നമ്മൾ ഡ്രോ ചെയ്ത ലൈനിലെ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കുന്നതല്ല, നമുക്ക് ജസ്റ്റ് നമ്മളുടെ ഒരു ടാർഗറ്റ് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ കൊണ്ട് വെച്ചേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കുന്നതല്ല, എക്സാക്ട്ലി നമ്മളുടെ ടാർഗറ്റിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ടാർഗറ്റിൻ്റെ ആ ഒരു പോർഷൻ എത്തിയിട്ട് റിജക്ഷൻ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ആ ഒരു ഏരിയ എത്തി റിജക്ഷൻ വല്ലതും കാണിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ട്രേഡിൽ നിന്ന് മാനുവലി എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഞാൻ റെഡി ആയിരിപ്പുണ്ട്. ഒരു 2800 3000 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂസ് ഓക്കെ വെൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്നുണ്ട്. ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇത് പ്രീമിയത്തിൻ്റെ ചാർട്ടാണ്, സ്പോട്ടിൻ്റെ ചാർട്ട്. ഓക്കെ ഫൈൻ, ക്ലോസ് ടു അവർ ടാർഗറ്റ് റൈറ്റ് 5000 പ്രോഫിറ്റ് 5000 കണ്ട റിജക്ഷൻ. നമുക്കൊരു കാര്യം ചെയ്യാം, ട്രേഡേഴ്സ് അവിടെ നിന്ന് റിജക്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് നമുക്ക് മാനുവലി എക്സിറ്റ് ചെയ്തേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫൈൻ റിജക്ഷൻ വെയിറ്റ് ചെയ്യണോ? റിജക്ഷൻ. നമുക്കൊരു കാര്യം ചെയ്യാം ട്രേഡേഴ്സ്, ഇവിടുന്ന് നമുക്ക് നമ്മളുടെ ട്രേഡിൽ എക്സിറ്റ് ചെയ്തേക്കാം. വേറെ ഒന്നുമല്ല, കണ്ടോ നല്ലൊരു റിജക്ഷനായി വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് മാനുവലി നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ടാർഗറ്റിൽ ഇറങ്ങാറുള്ളൂ. നമുക്ക് ആദ്യം ഈ ട്രേഡ് എടുത്തപ്പോൾ തൊട്ട് ഒരു സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ചെയ്യുന്ന ഒരു ട്രാപ്പിലാണ് നമ്മളും കൂടെ ഒരു സെൽ എൻട്രി എടുത്തത്. ഇന്നത്തെ ഇപ്പോൾ ഈ ഒരു ട്രേഡിൽ നമ്മൾ ഓവറോൾ ഒരു 3800 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു 3900. ഓക്കെ, 3800 പ്ലസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു, ബൈ. ട്രേഡിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ട്രേഡ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇനിയിപ്പോൾ ട്രേഡിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്താണെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോളോ ആക്കുക, ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റഡായി വയ്ക്കുക. താങ്ക് യു, ബൈ.